ഇല്ലടല്ല, എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിച്ചു, എടാ എന്താ ഈ സിനിമ കണ്ടോ, പുതിയ സിനിമ കണ്ടോ, റിവ്യൂ ഒന്നും വന്നില്ലാണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ കാണാൻ പോയ സിനിമ തങ്കലാൻ, തങ്കാളനല്ല, തങ്കാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടാണ് ഞങ്ങളുടെ പിള്ളേർ പറഞ്ഞത്. പക്ഷെ തങ്കാളല്ല, തങ്കലാൻ ഇല്ലടല്ല, നമ്മുടെ ചിയാൻ വിക്രമിന്റെ തങ്കലാൻ ഞങ്ങൾ കാണാൻ പോയി ഇല്ലടല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും പടമില്ല കേട്ടോ അത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടേക്ക് വേറെ പടങ്ങൾ, കുറേ പടങ്ങൾ റിലീസ് ചെയ്ത് കാരണം ആ പടമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വിട്ട് കുറച്ച് ദൂരെ പോയി പടം കണ്ടു. പടം കണ്ടപ്പോഴാണ് ഇല്ലട മനസ്സിലായത് സംഭവം. പടത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ വെച്ചാൽ ഹൗസ്ഫുള്ളൊക്കെ ആയിരിക്കും, പോണ്ടാ ടിക്കറ്റ് കിട്ടുമോ, ഇപ്പോൾ ആകെ എന്താ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് വേഗം പോയി നോക്കുമ്പോൾ എന്താണ് തിയേറ്ററിലായി ഞങ്ങൾ 4, 3, 7, 7, 9 പേരുള്ള ഇല്ലടല്ലേ. 15 പേരുണ്ടെങ്കിൽ മിനിമം സിനിമ ഇടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടത്. പക്ഷെ അവർ 9 പേരുള്ള കാര്യം സിനിമ ഇട്ട് തന്നു. ഇപ്പം നമ്മളെ കണ്ടതുകൊണ്ടാണോ അറിയില്ല, സിനിമ ഇട്ടൊന്നും ഇല്ലടല്ല. ഞങ്ങൾ സിനിമ കണ്ടു. ഫസ്റ്റ് ഇങ്ങനെ ഒരു മൂവി ഞാൻ കണ്ടില്ല, വിക്രം മറ്റേ പാർവതി എന്താ വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ചാർലിയിൽ പാർവതി അവരൊക്കെ ഉണ്ട്. ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകേണ്ട ഒരു അത്യാവശ്യം സെറ്റിംഗ് ആണെങ്കിൽ സെറ്റാണ്ടില്ല. സെറ്റ് പറഞ്ഞാൽ ആ സെറ്റ് ഇട്ട് ആ ലൊക്കേഷൻ ആണെങ്കിൽ സെറ്റാണ്. അപ്പം അങ്ങനെ പോകേണ്ട വിക്രമിന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു സ്വപ്നം പോലെ ഒരു സംഭവമാണ് അത്. ഇവൻ കഥയായിട്ട് ഇവൻ്റെ നാട്ടുകാർ പറഞ്ഞാൽ അവൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആ സംഭവം എന്താ ചോദിച്ചാൽ അത് റെയിലായിരിക്കില്ലടല്ലേ, അത് റെയിലാണ്. ഇവൻ സ്വപ്നം കാണുന്നത് മൊത്തം റെയിലാണ്. ഇവന് മകൻ എത്ര മക്കളുണ്ട് ഇല്ലടല്ലേ. അപ്പോൾ എന്താ ചോദിച്ചാൽ ഇവൻ്റെ ഒരു മകനുണ്ട്. ഇവർക്കൊരു ഒരു ദൈവശക്തി, ഒരു ദിവ്യശക്തി ഇല്ലേ. എന്നുവെച്ചാൽ ഇവർ മുമ്പ് നടക്കണമൊക്കെ ഇവർ പറയും. ഇവൻ്റെ ഈ ഫാമിലിക്ക് അതിനുള്ള കഴിവുണ്ട്. ഇപ്പോൾ വിക്രം പറയും, വിക്രമിൻ്റെ മകനും അവിടെ പോകുമ്പോൾ അങ്ങനെ ആവും. എല്ലാം സംഭവിച്ച് ഗോൾഡ് മൈനിങ് ഇല്ലട്ടല്ലോ. മെയിൻ പരിപാടി അതാണ് ഗോൾഡ് എടുക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം തൊട്ടിട്ട് ഈ സംഭവങ്ങൾ നടക്കില്ല, ഈ സമരങ്ങളും അതൊക്കെ, ഈ മൈനിങ്ങും കാര്യങ്ങളൊക്കെ പണ്ടത്തെ ആൾക്കാരെയൊക്കെ അടിമയാക്കിയിട്ട് അവിടെ കൊണ്ട് മൈനിങ് ചെയ്യുന്നത് KGF ഒക്കെ ഇല്ലല്ലേ, അതേ സെറ്റപ്പ് തന്നെയാണ് സംഭവം. അവിടെ വിക്രമും അതിന് വേണ്ടിയിട്ട് പോകണം. എന്താ വെച്ചാൽ ഇവൻ്റെ ഈ കൃഷി ചെയ്ത സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, ജന്മിമാരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ അവിടെ അതിനുവേണ്ടി പോകും. അപ്പോഴാണ് ഇല്ലടല്ല ഒരു ടിപ്പു സുൽത്താൻ്റെ ഒരു പിൻഗാമിയായിട്ടുള്ള ഒരു സായിപ്പ്, ഒരു ഇംഗ്ലീഷുകാരൻ വരുന്നത്. ഇംഗ്ലീഷുകാരൻ വന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് കാര്യം പറയും, നിങ്ങൾക്ക് പങ്കും കാര്യങ്ങളൊക്കെ തരാം സ്വർണ്ണത്തിൻ്റെ, നിങ്ങൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണം നിങ്ങൾ അതിനുള്ള വഴി കാണിച്ചാൽ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറയും. ആ സ്വർണ്ണത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നതിലുള്ള കാട്ടിലൊരു റാണിയാണ് സംഭവം. വിക്രമം ഓൾറെഡി അവൻ്റെ അവിടുത്തെ രാജാവാണ് ഇല്ലാതെ. ആ രാജാവിനെ മനസ്സിലാവില്ല. ഇവൻ എന്താ വെച്ചാൽ ഒരു അടിമയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവൻ മാറിയിട്ട് എന്താ വെച്ചാൽ ഇവൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ട് ഇവൻ അങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ ഇവൻ ആ ഒരു ചെറിയൊരു മൈൻഡ് സെറ്റ് ഇടയ്ക്കിടയ്ക്ക് വരും, ഒരു കഥ. ആ കഥയാണ് ഇവൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഇവൻ അവരുടെ കൂടെ പോയിട്ട് മൈനിങ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെ ഓരോരുത്തരും മരിക്കുകയാണെങ്കിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാമ്പുകൾ വരും, പന്നി വരും, പിന്നെ മറ്റേ കറുത്ത സിംഹം വരും, പുലി വരും, അങ്ങനെ കുറേ സംഭവങ്ങൾ. പക്ഷെ വിക്രം എന്ന് വെച്ചാൽ അതിനൊക്കെ ഇവൻ ഓപ്പോസിറ്റ് അതിനൊക്കെ കൊല്ലും. എന്നുവെച്ചാൽ ഇവൻ അതിനുള്ള ശക്തിയുണ്ട്, ബാക്കിയുള്ളവർക്ക് ഇല്ലെങ്കിലും വിക്രമിന് ശക്തിയുണ്ട്. അനിമേഷനൊക്കെ ആണെങ്കിലല്ല, VFX ആണെങ്കിലൊക്കെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കാണാം നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാൻ. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് കഥ മനസ്സിലാവുകയേ ഇല്ലല്ലോ. ഞാൻ കാര്യം പറഞ്ഞല്ലോ, നമ്മളത് മുഴുകിയിരിക്കണം, എന്നാൽ നമുക്ക് ഏകദേശം കഥ മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് അവൻ ആ ഒരു സംഭവം വരുമ്പോഴാണ്, ഓർമ്മശക്തി അങ്ങനെ വരുമ്പോഴൊക്കെയാണ് സംഭവം നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇല്ലാത്തവർ പോയല്ലോ മിഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, കാര്യമായിട്ട് പറയണം. അപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുകയും ചെയ്യും. ലാസ്റ്റ് പാർട്ട് 2 വരുന്ന തോന്നിയിടല്ലേ, അതാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വിക്രം അവിടുത്തെ മെമ്പർ തന്നെ ആയിരിക്കും. അവിടുത്തെ മെമ്പർ പറഞ്ഞാൽ അവിടുത്തെ രാജാവാണ്, മനസ്സിലല്ലേ. ഇവൻ്റെ ഒരു രാജ്ഞിയുണ്ട്, ഒരു റാണി, ക്യൂൻ. അപ്പോൾ ആ ക്യൂനിനാണ് ലാസ്റ്റ് കൊല്ലുന്നത്. ആ സായിപ്പ് കൊല്ലുന്ന സമയത്ത് ഇവനപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, ഞാനിങ്ങനെയാണല്ലോ ഉണ്ട്. അങ്ങനെ ഇവൻ ആ സായിപ്പിനെ കൊല്ലും. എന്താ വെച്ചാൽ ഇവൻ ഓൾറെഡി സായിപ്പിനോട് മൈനിങ്ങിന് വന്നതാണ്, ഇവനും ഗോൾഡ് കിട്ടും പറഞ്ഞിട്ട്. പക്ഷേ സായിപ്പ് ഈ ഇടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ മാറിട്ടില്ല. എന്താ സായിപ്പ് ഗോൾഡ് കണ്ടതും മാറും, ഇവരെ അടിമയാക്കാനോ നോക്കും. പക്ഷെ അത് ഗോൾഡ് അല്ല. എന്താ വെച്ചാൽ ഇവരെ ഒരു കൺകെട്ട് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയില്ല, അതുപോലെ. എന്താ വെച്ചാൽ ഗോൾഡ്, ഇപ്പോൾ നമ്മൾ ഗോൾഡിന് അന്വേഷിച്ച് നടന്നാൽ ഗോൾഡ് കിട്ടില്ല, അതുപോലെ സെറ്റപ്പ്, മനസ്സിലായില്ലേ. അതാണ് പാട്ടെങ്കിലാണ്. നിങ്ങൾ കണ്ടു നോക്കി ഗോൾഡ് മൈനിങ് മൊത്തം ഒരു വില്ലേജ് നടക്കണം. എന്ന് വെച്ചാൽ ഇവർ ആ ഗോൾഡ് മൈനിങ്ങിന് വേണ്ടി കുറേ ദൂരം പോണത്. സംഭവം ലൊക്കേഷനുകളൊക്കെ സെറ്റാണില്ല. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മളൊരു സംഭവം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമ്പോഴല്ല. അതുപോലെയാണ് ഈ സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. തങ്കലാൻ, P. രഞ്ജിത്ത്, ഡയറക്ടറിന് പേരാണ് P. രഞ്ജിത്ത്. മറ്റേ ഗൂഗിളും പ്രൊട്ടക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇല്ലാട്ടില്ല, കണ്ടു നോക്കി കുഴപ്പമില്ല. എനിക്ക് കാണിച്ചത് കുഴപ്പമൊന്നുമില്ല തോന്നി. എന്താ വെച്ചാൽ വെറുതെ പോയി കാണാം, അത് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ എക്സൈറ്റ്മെന്റിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ പടമാണ്, ഇതാണെന്ന് പറഞ്ഞാലൊന്നും പോയി കാണാൻ പറ്റില്ല. വെറുതെ പോയി കാണുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ കണ്ടിട്ട് വരികയാട്ടില്ല, അതേ പറയാനുള്ളൂ. കാണാത്തവരെ കാണുകയില്ലാട്ടില്ല, അതേ പറയാനുള്ളൂ.